ഇനി നോക്കൂ, സൂറത്തുൽ മുൽക്ക് പ്രത്യേകമായ ഒരു സുന്നത്ത് എന്ന നിലക്ക് ഇപ്പോൾ പല ഖബർസ്ഥാനിലും കാണാറുണ്ട്. ഇത് എവിടെന്ന് കിട്ടി, എവിടെന്നാണ് ഇതിന് ഹദീസ് ഉള്ളത്? എന്നാൽ ഹദീസ് ഉള്ളത് എന്താണ്? ചില മുസ്ലിയാക്കന്മാരോടൊക്കെ ചോദിച്ചാൽ ഹദീസ് ഉണ്ട് മൗലവി എന്ന രൂപത്തിൽ പറയാറുണ്ട്. ഏതാണ് ഹദീസ്? മൻ ഖറഅ തബാറകല്ലദീ ബിയദിഹിൽ മുൽക് കുല്ലു ലൈലത്തിൻ മനഅഹു അല്ലാഹു അസ്സ വജല്ല ബിഹാ മിൻ അദാബിൽ ഖബർ. ആരെങ്കിലും, അതായത് സൂറത്തുൽ മുൽക്ക് തബാറകല്ലദീ എന്ന് തുടങ്ങുന്ന ഈ ഒരു സൂറത്ത്, അതിന്റെ 30 ആയത്ത് മറ്റൊരു റിപ്പോർട്ടിൽ അങ്ങനെ കാണാം. അത് പാരായണം ചെയ്താൽ നിങ്ങൾക്ക് ഖബർ ശിക്ഷയിൽ നിന്ന് അല്ലാഹു ഇളവ് നൽകും. ആർക്കാണ്? നമ്മുടെ ജീവിതത്തിൽ നാമാണ് രാത്രി കടന്നിറങ്ങുമ്പോൾ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യേണ്ടത്. നമ്മുടെ ഖബറിൽ നമുക്ക് ഖബർ ശിക്ഷയിൽ നിന്ന് ഇളവ് വേണോ? നാം പാരായണം ചെയ്യണം. അതാണ് അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചത്. എന്നാൽ നമ്മുടെ നാട്ടിൽ എന്തൊരു വിരോധാഭാസമാണ് നടക്കുന്നത്, എന്തൊരു വിരോധാഭാസമാണ് സഹോദരങ്ങളെ. മരിച്ച ആളുകൾക്ക് വേണ്ടി ഖബറിനരികിൽ പോയി മുസ്ലിയാക്കൾ ലേറ്റസ്റ്റ് ആയി തുടങ്ങിയ ഒരു വിദഗ്ധാണ്. അത് ഒന്നാദ്യം ഉണ്ടായിരുന്നു, ഇപ്പോൾ 3ഓളം എത്തി. സമസ്തയിലുള്ള ആളുകൾക്ക് പോലും, ഒരു 8 വർഷം മുമ്പ് ജീവിച്ച സമസ്തയിലുള്ള ആളുകൾ പോലും ഇത് പരിചയമില്ല. ഇങ്ങനെയുള്ള എത്ര ബിദഅത്തുകളാണ് ഈ കാലഘട്ടത്തിൽ ഓരോന്നായി പുതുതായി കൊണ്ടുവരുന്നത്.